മദർ തെരേസയുടെ ജീവചരിത്രം. 1910 ഓഗസ്റ്റ് 26-ന് മാസിഡോണിയയിലെ സ്കോപ്ജെ എന്ന സ്ഥലത്ത് നിക്കോള ബൊജാക്ഷിയോയുടെയും ഡ്രാനാഫിൽ ബൊജാക്ഷിയുടെയും മകളായി ആഗ്നസ് ഗോങ്ഷെ ബൊജാക്ഷിയോ എന്നു പേരായ മദർ തെരേസ ജനിച്ചു. പിതാവ് ഒരു വ്യാപാരിയായിരുന്നു. അവരുടെ കുടുംബം ആൽബേനിയൻ വംശജരായിരുന്നു. മദറിന് 8 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. 12-ാം വയസ്സിൽ അവർക്ക് ദൈവവിളി ഉണ്ടായി. ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കാൻ താൻ ഒരു മിഷണറി ആവുക എന്ന ഉദ്ദേശത്തോടെ ഇംഗ്ലീഷ് പഠിക്കാനായി 18-ാം വയസ്സിൽ അയർലൻഡിലേക്ക് പോയി. പിന്നീട് അമ്മയെയോ സഹോദരികളെയോ കണ്ടിട്ടില്ല. 1924-ൽ മദർ ഇന്ത്യയിലേക്ക് താമസം മാറി. കൊൽക്കത്തയിൽ വന്ന് ബംഗാളി ഭാഷ പഠിച്ചു. 1931 മുതൽ 1948 വരെ കൊൽക്കത്തയിലെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ അധ്യാപികയായി. പിന്നീട് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി. അധ്യാപികയായി ജോലി ചെയ്യുന്നത് ഇഷ്ടമായിരുന്നെങ്കിലും കൊൽക്കത്തയിലെ മറ്റുള്ളവരുടെ ദാരിദ്ര്യം മദറിനെ വിഷമത്തിലാക്കി. പിന്നീട് സ്കൂളിലെ ജോലി ഉപേക്ഷിച്ച് മിഷണറി ഓഫ് ചാരിറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. വസ്ത്രത്തിലും മാറ്റം വരുത്തി. വെള്ളയിൽ നീല ബോർഡറുള്ള സാരി തിരഞ്ഞെടുത്തു. 1950 ഒക്ടോബർ 7-ന് മദറിന് ദ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടന ആരംഭിക്കാൻ വിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് അനുമതി ലഭിച്ചു. 1965-ൽ പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ ഉത്തരവിലൂടെ സൊസൈറ്റി ഒരു അന്താരാഷ്ട്ര മതകുടുംബമായി മാറി. കൊൽക്കത്തയിൽ മദർ ഒരു സ്കൂൾ സ്ഥാപിച്ചു. കൊൽക്കത്തയിലെ ദരിദ്രരും രോഗികളുമായ സമൂഹങ്ങളെ സഹായിക്കാനുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ വരുമാനം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടേണ്ടതായി വന്നു. പിന്നീട് തൻ്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് പ്രവർത്തനങ്ങൾക്കായി കുറച്ച് സഹായങ്ങൾ ലഭിച്ചു തുടങ്ങി. 18-ാം വയസ്സിൽ മദർ സ്കോപ്ജെയിലെ വീട് വിട്ട് ഇന്ത്യയിലെ മിഷനുകളുള്ള കന്യാസ്ത്രീകളുടെ ഐറിഷ് കമ്മ്യൂണിറ്റിയായ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോയിൽ ചേർന്നു. 1931 മെയ് മാസത്തിൽ കന്യാസ്ത്രീയായി തൻ്റെ ആദ്യ പ്രതിജ്ഞയെടുത്തു. വിശുദ്ധൻ്റെ പേരിൽ തെരേസ എന്ന പുതിയ പേര് ലഭിച്ചു. 1937-ൽ അന്തിമ പ്രതിജ്ഞയെടുത്തപ്പോൾ അവർ മദർ തെരേസ എന്നറിയപ്പെട്ടു. മദർ ഒരു റോമൻ കത്തോലിക്ക സന്യാസിനിയും ലോകത്തിലെ ഏറ്റവും ദരിദ്രരായ ജനങ്ങളെ സേവിക്കുന്ന ഒരു സംഘടനയായ ഓർഡർ ഓഫ് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപകയുമായിരുന്നു. മാസിഡോണിയയിൽ ജനിച്ച ഇവർ 7 പതിറ്റാണ്ടോളം ഇന്ത്യയിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു. 1989-ൽ ഹൃദയാഘാതത്തെ തുടർന്ന് മദർ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ തലപ്പത്ത് നിന്ന് രാജിവെക്കാൻ ശ്രമിച്ചെങ്കിലും ഏകകണ്ഠമായ വോട്ടോടെ ആ ഓഫീസിലേക്ക് തിരിച്ചുപോന്നു. അവരുടെ മാത്രമായിരുന്നു വിയോജിപ്പ്. 1997-ൽ അവരുടെ ആരോഗ്യം മോശമായതിനെ തുടർന്ന് സ്ഥിരമായ വിരമിക്കൽ നിർബന്ധമായി. കന്യാസ്ത്രീ സിസ്റ്റർ നിർമ്മലയെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1971-ൽ പോപ്പ് ജോൺ 23-ാമൻ സമാധാന സമ്മാനം, 1972-ൽ നെഹ്റു സമ്മാനം, 1974-ൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം, 1979-ൽ ബെൽസാൻ പ്രൈസ്, ടെമ്പിൾട്ടൺ മാഗ്നസെ അവാർഡുകൾ കൂടാതെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം എന്നിവയും മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നോബൽ സമ്മാനത്തിന്റെ ഭാഗമായി കിട്ടിയ തുക ഇന്ത്യയിലെ അവശത അനുഭവിക്കുന്ന പാവങ്ങളുടെ ക്ഷേമത്തിനായി ചെലവഴിച്ചു. 1997 സെപ്റ്റംബർ 5-ന് കൊൽക്കത്തയിൽ വെച്ച് അവരുടെ 87-ാം വയസ്സിൽ അന്തരിച്ചു. മദർ തെരേസയുടെ 100-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2010 ഓഗസ്റ്റ് 28-ന് ഇന്ത്യൻ ഗവൺമെൻറ് 5 രൂപ നാണയം പുറത്തിറക്കി. 2016 സെപ്റ്റംബർ 4-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.